സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അച്ചുവിന്റെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് സേതുവും പല്ലവിയും എല്ലാവരും. എന്നാൽ അച്ചുവിന്റെ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ കൂടി ഋതു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്വന്തം സഹോദരിയുടെ വിവാഹം മുടക്കുമ്പോൾ അത് മുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് തന്നെ സേതുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടും സേതുവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുമാണ്. എന്നാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഋതു ശ്രമിക്കുമ്പോൾ അവിടെ തോറ്റുപോകുന്നത് തൻ്റെ കുടുംബം തന്നെയായിരിക്കും. അവിടെ തകരുന്നത് അച്ചു തന്നെയായിരിക്കും. ആ ഒരു സത്യം ഇതുവരെയും ഋതു മനസ്സിലാക്കിയിട്ടില്ല. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പൂർണിമാമയെ രാവിലെ ഉറക്കമെണീറ്റ് സേതു ചായയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുമ്പോൾ പൂർണിമാമയെ കാണാനില്ലാന്ന് പല്ലവി പറയുന്നുണ്ട്. അപ്പോൾ പൂർണിമാമ എവിടെ പോയതായിരിക്കും? രാവിലെ തന്നെ അമ്പലത്തിൽ പോയതാണോ? ഒറ്റയ്ക്ക് ഇങ്ങനെ വയ്യാതിരുന്നിട്ട് എന്തിനാ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ സേതു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതാപൻ പൂർണിമയെ വിളിച്ചിട്ട് ആ ഒരു സ്ത്രീധനത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് നൈസിനെ വിളിച്ചതാണ്. പക്ഷെ അത് ഏറ്റില്ല. പൂർണിമ നല്ല മറുപടി തന്നെ പ്രതാപനം കൊടുത്തു. അങ്ങനെ പൂർണിമ അകത്തോട്ട് വരുന്നുണ്ട്. അപ്പൊ ചോദിക്കുന്നുണ്ട്, സേതുവും പല്ലവിയും ചോദിക്കുവാണ്, അമ്മ എവിടെ പോയതാ? ഈ വയ്യാതിരുന്നിട്ട് എവിടെ പോയതാ ഈ രാവിലെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോയതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അമ്മ പോകുമ്പോൾ എന്നെ ഒന്ന് അറിയിച്ചൂടെ? എന്നാൽ ഞാൻ വരത്തില്ലേ എന്നുണ്ടെങ്കിൽ അപ്പോൾ പല്ലവിയും പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്നാ എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ? വയ്യാത്തതല്ലേ, അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പ്രതാപൻ വിളിച്ചതിനെ പറ്റി പൂർണിമ പറയുവാണ്. പ്രതാപൻ യഥാർത്ഥത്തിൽ വിളിച്ചത് സ്വത്തിന്റെ കാര്യങ്ങളും സ്ത്രീധനത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാൽ ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ വന്നാലും നീ എൻ്റെ മാധവേട്ടൻ്റെ മകൻ തന്നെയാണ്. അപ്പോൾ നീ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുമെന്ന് പ്രതാപനോട് ഞാൻ നല്ല മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രതാപൻ ശരിക്കും എൻ്റെ അനിയൻ തന്നെയാണ്, എൻ്റെ അനിയനൊക്കെ തന്നെയാണ്. പക്ഷേ പ്രതാപന്റെ കണ്ണെന്ന് പറയുമ്പോൾ ഈ സ്വത്തിലും പണത്തിലും മാത്രമാണ്, വേറെ ഒന്നിലും പ്രതാപനെ ഇഷ്ടമല്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് പ്രതാപൻ ഇങ്ങനെയെല്ലാം കളികൾ നടത്തുന്നത് എന്നും പൂർണിമാമ സേതുവിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഒരിക്കലും അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് തൻ്റെ മക്കളുടെ വിവാഹം നടന്നില്ല, അല്ലെങ്കിൽ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ കുടുംബം ഇങ്ങനെ ആയി പോയത് എന്ന് പറയാൻ ഇടവരുത്തരുത്. ഒരിക്കലും ഒരു കുറ്റം പറയാനായിട്ട്, ആൾക്കാരെ കൊണ്ട് കുറ്റം പറയാനായിട്ടുള്ള ഇടവരുത്തരുത് എന്ന് പ്രത്യേകിച്ച് സേതുവിനോട് പൂർണിമാമ പറയുന്നുണ്ട്. പക്ഷെ പൂർണിമയ്ക്ക് സേതുവിന് അത്ര വിശ്വാസമാണ്. ഒരിക്കലും സേതു ചതിക്കത്തില്ല, സേതു ഒരു തെറ്റും വരുത്തത്തില്ല എന്ന് പൂർണിമയ്ക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പൂർണിമാമ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചതിന് ശേഷം പല്ലവിക്ക് പ്രസാദം തൊട്ട് കൊടുക്കുകയും പിന്നെ സേതു കുളിക്കാത്തത് കൊണ്ട് പ്രസാദം തൊട്ട് തരൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോവാണ്. എന്നാൽ പൂർണിമാമയ്ക്ക് എന്നോടുള്ള ആ ഒരു വിശ്വാസം ഒരിക്കലും തകർത്ത് കളയാൻ പാടില്ല. ആ ഒരു വിശ്വാസം നിലനിർത്തണം. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ഈ ഒരു കല്യാണം നടന്നേ മതിയാകൂ. പൈസയുടെ പേരിൽ ഒരിക്കലും വിവാഹം മുടങ്ങിപ്പോകരുത് എന്ന് സേതു പറയുവാണ്. അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷെ ഈ സമയത്ത് ഇന്ദ്രന്റെ വീട്ടിൽ, അതായത് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തില് അച്ചമ്മ വന്നതിന് ശേഷം ചെറിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അച്ചമ്മ ശ്രമിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ രാജലക്ഷ്മി വന്നിട്ട് അച്ചമ്മയോട് ഭക്ഷണം എന്ത് വേണം, ഞാൻ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്, അപ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കുകയും, എന്നാൽ നിനക്ക് ഇവിടെ ഭക്ഷണം വെച്ചൂടെ, നീ എന്തിനാണ് പുറത്തു നിന്ന് ഓർഡർ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്, പിന്നെ ജോലിക്കാരിയും വന്നിട്ടില്ല, ഞാൻ പിന്നെ കുറേ നാളായി ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറയുമ്പോൾ അത് അച്ചമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിന്റെ ഈ സ്വഭാവം കാരണം തന്നെയാണ് ഈ കുടുംബം തകരാൻ കാരണം. നീ ഇതേപോലെ ഭക്ഷണം ഇവിടെ വേണ്ട, നമുക്ക് ഓർഡർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ പണ്ടും കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷവും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുടുംബം തകരാൻ കാരണമെന്നും, എന്നാൽ അതിനി പറ്റത്തില്ല, നീ എൻ്റെ കൂടെ നിന്ന് അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കും, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം നീ കഴിക്കും, അല്ലാതെ ഞാൻ ഉള്ളിടത്തോളം കാലം നീ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കണ്ട എന്ന് വാശിയോടുകൂടി തന്നെ അച്ഛമ്മയും പോയി. അപ്പോൾ വിശ്വ കളിയാക്കുവാണ്. അടുക്കളയിൽ പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ വന്നത്. അപ്പം ഇന്ദ്രൻ വന്നതിന് ശേഷം ആഹാരം ഇപ്പോൾ ഉണ്ടാക്കുമോ അതോ ഞാൻ പുറത്തുപോയി കഴിക്കണമോ എന്നൊക്കെ ചോദിക്കുകയും അതിനെ പറ്റി അച്ഛമ്മ പറഞ്ഞ് അവസാനം പല്ലവിയുടെ പേരിലെത്തി. ഇന്ദ്രൻ ഒരിക്കലും ഒരു ഭാര്യ വീട്ടിലോട്ട് വരുമ്പോൾ ഭാര്യമൊത്ത് സൗഹൃദത്തിൽ മുന്നോട്ട് പോകണം. ഒരു സുഹൃബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അങ്ങനെ ചെയ്യാത്തതൊക്കെ കൊണ്ട് തന്നെയാണ് പല്ലവി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാരണം എന്നൊക്കെ അച്ഛമ്മ പറയുമ്പോൾ
ഇന്ദ്രന്റെ ആ ഒരു സ്വഭാവം പെട്ടെന്ന് മാറി. എന്നിട്ട് അച്ചമ്മ എന്തിനാണ് അനാവശ്യ കാര്യങ്ങൾ പറയുന്നത്? ഒരു കാര്യം ഞാൻ ഒരാളോട് പറയും. അപ്പോൾ അച്ചമ്മ ആദ്യമേ കളിയാക്കുന്നുണ്ട്, ഇത് രാജലക്ഷ്മിയും വഴക്കു പറയുന്നുണ്ട്, ഇന്ദ്രൻ എന്ത് പറഞ്ഞാലും അത് അപ്പാടെ ചെയ്തു കൊടുക്കുന്ന ഒരു അമ്മയാണ് നീ എന്നും, അതുകൊണ്ടാണ് ഇന്ദ്രൻ ഇങ്ങനെ ആയിപ്പോയത് എന്നുകൂടി അച്ചമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വട്ടം ഒരു കാര്യം ചോദിക്കും, എനിക്കത് ചെയ്ത് തന്നില്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത് ഞാൻ കത്തിയെടുത്ത് കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തും. അപ്പോഴും എനിക്കത് ചെയ്ത് തന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുത്തി മലർത്തും. അതാണ് എൻ്റെ സ്വഭാവം, ഞാൻ പെട്ടെന്ന് വയലന്റ് ആകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സാധാരണ രീതിയിലിരുന്ന ഇന്ദ്രന്റെ ആ ഒരു സ്വഭാവം പെട്ടെന്ന് മാറുന്നത് അവിടെ അച്ചമ്മ ശ്രദ്ധിച്ചു. അപ്പോൾ ആ ഒരു സ്വഭാവം എന്നിട്ട് അച്ചമ്മയെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്നോട് ഇങ്ങനത്തെയുള്ള തരം താഴ്ന്ന സംസാരങ്ങളൊന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ പോവുകയും, എന്നാൽ ഷോക്ക് അടിപ്പിക്കാൻ സമയമായി എന്ന് അച്ചമ്മ ഇങ്ങനെ പതുക്കെ പറയുവാണ്. അത് ഇന്ദ്രൻ കേട്ടു. അതിൻ്റെ പേരിൽ നല്ല വഴക്ക് കൊടുത്തതിന് ശേഷമാണ് ഇന്ദ്രൻ ഇറങ്ങിപ്പോയത്. എന്നാൽ വിഷു പറയുന്നുണ്ട്, ഏട്ടനെ വയലന്റ് ആക്കാതെ അച്ചമ്മയ്ക്ക് മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒരു നിമിഷമാണ് ഇന്ദ്രന്റെ സ്വഭാവം മാറുന്നത്. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ താൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പാടെ നടക്കണം, അല്ലാതെ വേറൊന്നും ഇത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇതിനെല്ലാത്തിനും കാരണം രാജലക്ഷ്മി തന്നെയാണ് എന്നുകൂടി അച്ചമ്മ പറയുന്നുണ്ട്. ഈ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെയാണ്. പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ ശാന്തമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് സേതുവിനെ ബാങ്കിൽ നിന്ന് വിളിക്കുന്നത്. സേതുവും പല്ലവിയും കൂടി ചേർന്നിട്ടാണ് ബാങ്കിലോട്ട് പോയത്. എന്നാൽ ബാങ്കിൽ ചെന്ന സേതു അറിഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. ഒരിക്കലും സേതു ഇങ്ങനെ ആയിരിക്കുമോ ഋതു, അല്ലെങ്കിൽ ഋതുവിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന സത്യങ്ങൾ തന്നെയാണ് സേതു ആ സമയത്ത് മനസ്സിലാക്കിയത്. മാധവൻ ഉണ്ടായിരുന്ന സമയത്ത് അടവുകളൊന്നും മുടങ്ങാറില്ലായിരുന്നു, എല്ലാം കൃത്യമായിരുന്നു. ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് ആ സ്പോട്ടിൽ പൈസ അടച്ചിരിക്കും. ഒന്നിനും മാധവൻ മറ്റുള്ളവരെ കൊണ്ട് തെറ്റ് എന്ന് പറയിപ്പിക്കാനായിട്ട് മാധവൻ ഇതുവരെ നിന്നിട്ടില്ല. എല്ലാവരെ കൊണ്ടും ശരിയെന്ന് പറയിപ്പിക്കാൻ മാത്രമേ മാധവൻ ശ്രമിച്ചിട്ടുള്ളൂ. എന്നാൽ മാധവന്റെ മരണശേഷം ഋതുവാണ് ആ ഒരു ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ പൂർണിമ ടെക്സ്റ്റൈൽസ് എടുത്ത് നടത്തുന്നതെന്നും, എന്നാൽ ഋതുവിന് ആ ഒരു ബിസിനസ് നോക്കി നടത്താനായിട്ടുള്ള പക്വത അല്ലെങ്കിൽ ബിസിനസ് നോക്കി നടത്താൻ അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാധവൻ ഉണ്ടായിരുന്ന സമയത്ത് എടുത്ത ആ ഒരു ലോണും കാര്യങ്ങളും ഇപ്പോൾ ഋതു വന്നതിന് ശേഷം എടുത്ത ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും പൈസ കറക്റ്റായിട്ട് അടച്ചിട്ടില്ല എന്നും അതിനെല്ലാം ഒരുപാട് മുടക്കുണ്ടെന്നും അതുകൊണ്ട് തന്നെ പൈസ കൃത്യമായിട്ട് ഋതു അടച്ചിട്ടില്ല. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഇത് സേതു മാധവന്റെ മകനാണെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ സേതുവിനെ ഇപ്പോൾ വിളിച്ച് പറഞ്ഞത്. ഇത് നിങ്ങൾ കുറച്ചെങ്കിലും തുക ബാങ്കിൽ ഈ ഒരു ലോണിന്റെ തുക കുറച്ചെങ്കിലും അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ബാക്കി നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഞങ്ങൾ ജപ്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. അവസാനം പൂർണിമ ടെക്സ്റ്റൈൽസ് അടച്ചു പൂട്ടേണ്ട അവസ്ഥ വരും. അത് നിങ്ങൾക്ക് നാണക്കേടാണ് എന്നുകൂടി ബാങ്കിലെ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. എന്നാൽ അത് ഋതുവിനെ കുറിച്ച് കേട്ടപ്പോൾ സേതുവിന് ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. ഋതു എന്ന് പറയുമ്പോൾ തന്റെ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഋതുവിന് എന്ത് പറ്റി, അല്ലെങ്കിൽ എന്തിനാണ് ഋതു ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? അവിടെ ബാങ്കിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ബാലൻസ് ഒരു തുക പോലും ബാലൻസ് ആയിട്ട് അക്കൗണ്ടിൽ ഇല്ല എന്നുകൂടി പറഞ്ഞു. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്നുള്ളൊരു ടെൻഷൻ സേതുവിനുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കിലെ ഉദ്യോഗസ്ഥരോട് ബാങ്ക് മാനേജറോട് പറഞ്ഞു, എന്തായാലും ഞങ്ങൾ നോക്കാം, എനിക്കറിയത്തില്ലായിരുന്നു, പൈസ കറക്റ്റായിട്ട് അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് സേതു പുറത്തോട്ട് വന്നു. അങ്ങനെ പലവിയായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണ് സ്റ്റാഫിന്. എന്നിട്ട് ഇതുപോലും ഇതിൻ്റെ പണികൾ പോലും പതുക്കെയാണ് നീങ്ങുന്നത്, ഒന്നും ശരിയായിട്ട് നടക്കുന്നില്ല. ഋതുവിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല, ഇനി എന്ത് ചെയ്യും? കല്യാണത്തിൻ്റെ ചെലവുകൾ വരുമല്ലോ. അപ്പോൾ കല്യാണത്തിൻ്റെ ചെലവിന് വേണ്ടിയിട്ട് ഈ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാനായിട്ട് പൂർണിമാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ അക്കൗണ്ടിൽ പൈസ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് സേതു ടെൻഷൻ അടിക്കുമ്പോൾ പല്ലവി ഒരു കാര്യം പറഞ്ഞു, ഇത് ഒന്നെങ്കിൽ ഋതുവിന് ഈ ഒരു സ്ഥാപനം നോക്കി നടത്താനായിട്ട് അറിയത്തില്ല, ബിസിനസ് നോക്കി നടത്താനായിട്ട് അറിയത്തില്ല. ഞാനത് ബാലൻസ് ഷീറ്റൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ വരവ് കുറവും ചെലവ് കൂടുതലുമാണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഒരുപാട് പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഋതു എടുത്തിട്ടുണ്ട്. അത് 50% കൂടുതൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഓൾറെഡി അങ്ങനെ പുതിയ കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടി കളക്ഷൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഒരുപാട് ചെലവാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് എന്നൊക്കെ പലവി പറയുന്നുണ്ട്. അപ്പം ഒന്നെങ്കിൽ ഋതുവിന് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല, ബിസിനസ്സിനെ പറ്റി അറിയത്തില്ല, ഇല്ലെങ്കിൽ ഋതു ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. എന്നാൽ സേതുവിന് സംശയം ഉണ്ടായിരുന്നു ഋതു ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന്.
പല്ലവി പറഞ്ഞത് പ്രകാരം സേതു സംസാരിക്കാനായിട്ട് പോയി. അതിനുശേഷമാണ് സേതുവിന് സത്യങ്ങൾ തിരിച്ചറിയുന്നത്. ഋതുവിനെ കാണാൻ പോയതിനു ശേഷം ബാങ്കിലെ മാനേജർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഋതുവിനോട് പറയുകയും എന്നിട്ട് വരവ് കൂടുതലും വരവ് കുറവും ചെലവ് കൂടുതലുമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഉള്ളതുപോലെ തന്നെ സേതുവിനെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഋതു ശ്രമിക്കുകയും അതിന് സേതു നല്ല മറുപടി കൊടുക്കുകയും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഋതു പറഞ്ഞത് നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നും ഞാൻ ആ ബാങ്കിൽ ആ ഒരു ടെക്സ്റ്റൈൽസിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എല്ലാം വിഡ്രോ ചെയ്തു എന്നും നിങ്ങൾക്ക് ഇനി കല്യാണം നടത്താനായിട്ടുള്ള ക്യാഷ് വേണ്ടേ, അപ്പോൾ കല്യാണം നടത്താനായിട്ട് ഒരിക്കലും ക്യാഷ് കാണത്തില്ല, അങ്ങനെ നിങ്ങൾ ഇവിടെ തോറ്റുപോകും, നിങ്ങളെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് എന്ന് ഋതു സേതുവിനോട് പറയുകയും എന്നാൽ സേതു നല്ല മറുപടി കൊടുക്കുമ്പോഴും താൻ എന്തോ നല്ല കാര്യമാണ് ചെയ്തത് എന്നുള്ള ഒരു രീതിയിലാണ് ഋതുവിന്റെ സംസാരം. ആ സമയത്തും സേതു ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് എൻ്റെ സഹോദരി മാത്രമല്ല നിന്റെയും കൂടി സഹോദരിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ കല്യാണം നല്ലതുപോലെ നടത്തണം എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് ഋതു തയ്യാറായില്ല. അവിടെ സേതുവിനെ ആട്ടിപ്പായിക്കാൻ വേണ്ടിയിട്ടാണ് ഋതു ശ്രമിച്ചത്. എന്നാൽ വിവാഹം നടത്തുമെന്ന് പറയുന്നത് ഞാനാണ്, എനിക്ക് ഒരൊറ്റ അച്ഛനേ ഉള്ളൂ മാധവൻ, അതുപോലെ തന്നെ ഞാനാണ് ഒരു വാക്ക് പറഞ്ഞത് വിവാഹം നടത്തുമെന്ന്. എന്നാൽ അതേ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ വിവാഹം നല്ല അതിഗംഭീരമായിട്ട് നടത്തിയിരിക്കും എന്നൊരു വെല്ലുവിളിയും കൂടി നടത്തിയിട്ട് സേതു പോവാണ്. എന്നാൽ ഋതു ഇത്രത്തോളം തരം താണു പോയോ എന്നുള്ള ചിന്ത സേതുവിനും ഉണ്ട്. ഋതു ഇങ്ങനെ മാറിപ്പോവും, ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് സേതുവിന് പോലും ഞെട്ടൽ തന്നെയാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും പൊന്നുമടം തറവാട്ടിൽ എല്ലാവരും അറിയാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.